ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ യൂട്യൂബിൽ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് യൂട്യൂബിൽ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിലെ ആദ്യത്തെ എയിം എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? 1000 സബ്സ്ക്രൈബർ നമ്മൾ ജെന്യൂൻ ആയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ പിന്നീട് വരുന്ന ആ ഡേയ്സ് നല്ല സ്മൂത്ത് ആയിട്ട് പോകും. നമുക്ക് ഡെയിലി സബ്സ്ക്രൈബേഴ്സ് 10, 20, 30 എത്ര വേണേലും കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ക്യാഷ് കൊടുത്താണ് ഏൺ ചെയ്യുന്നെങ്കിലോ നമ്മുടെ മുമ്പോട്ടുള്ള ഡേയ്സ് അത്ര രസമാകണമെന്നില്ല. സോ നമ്മുടെ ചാനലില് സബ്സ്ക്രൈബേഴ്സ് ഈ 1000 സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമ്മൾ ഓർഗാനിക് ആയിട്ട് തന്നെ ഏൺ ചെയ്യുവാണെങ്കിൽ പിന്നീട് നമ്മളിടുന്ന വീഡിയോസ് ആയാലും നമ്മുടെ ചാനലിന്റെ ഗ്രോത്ത് ആയാലും എളുപ്പമായിരിക്കും. അപ്പൊ ഇന്നത്തെ എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ ഓർഗാനിക് ആയിട്ട് എങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ യൂട്യൂബിന്റെ പ്രൊഫൈൽ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൽ ഹോം കാണാം, വീഡിയോസ് കാണാം, ഷോർട്സ് കാണാം, ലൈവ് കാണാം, പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പ്ലേലിസ്റ്റ് കാണാം, പിന്നെന്താ പോസ്റ്റ് കാണാം. മെമ്പർഷിപ്പ് ഉള്ളവർക്കാണെങ്കിൽ മെമ്പർഷിപ്പും കാണാം. അതിൽ പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് കമ്മ്യൂണിറ്റി ടാബ്, അതാണ് ഈ പോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാറുണ്ടോ? ഓൾമോസ്റ്റ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഇൻസ്റ്റഗ്രാമിലും അക്കൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ, അല്ലേ? അപ്പൊ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ എന്തിനാണ് സ്ഥിരമായിട്ട് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് തുര എന്താ പറയാ പോസ്റ്റ് സ്റ്റോറി ഒക്കെ ഇടുന്നവർ കാണുമായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബിന്റെ പോസ്റ്റിലും എൻഗേജ്ഡ് ആകാൻ നോക്കുക. അതാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം എൻഗേജ്ഡ് ആകണ്ടേന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിലാണ്. സോ നമ്മൾ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ വിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ യൂട്യൂബ് ചാനലിലെ വീഡിയോസ്, ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, ഷോർട്സ് അവിടെ നിൽക്കട്ടെ, ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ മേ ബി 2 ദിവസം കൂടുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരാഴ്ചക്ക് കൂടുമ്പോഴായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് എനിക്ക് 2 ദിവസമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ മാക്സിമം എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ പലരും ചെയ്യുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്, നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞോ അത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് ജസ്റ്റ് ഒരു പോസ്റ്റ് ആക്കി ഷെയർ ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെ സ്റ്റോറിയാണ് പോസ്റ്റ് ചെയ്യുന്നത് അതുൾപ്പെടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ യൂട്യൂബുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലും സെയിം പോസ്റ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇപ്പൊ നമ്മൾ എന്താ ഫുഡ്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് പോസ്റ്റ് ആക്കി ഇടാം, അല്ലെങ്കിൽ നമുക്ക് പോൾ ചെയ്തിടാം. ഇപ്പൊ എന്തെങ്കിലും മൂവിയൊക്കെ റിലീസ് ആയെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേഷൻസ് കൊടുക്കാം. ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ന്യൂസ് ഒക്കെ ഏതാണ് അത് പോസ്റ്റ് ആക്കി ഇടാം. മാത്രമല്ല, ഇപ്പൊ വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ ആണെങ്കിലും ഭയങ്കര സെലിബ്രിറ്റി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവർ ഓരോ പോസ്റ്റ് ഒക്കെ ഷെയർ ചെയ്യുമല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് നമ്മുടെ പോസ്റ്റ് ആക്കി ഇടാവുന്നതാണ്. ഞാൻ മാക്സിമം യൂട്യൂബിൽ കൂടുതലും ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെ ഏരിയയിലേക്ക് അധികം പോയില്ലായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ എക്സ്ട്രാ ചെയ്തേന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതുപോലെ ഈ പോസ്റ്റ് ഒക്കെ ഒന്നും പൃഥ്വിരാജിന്റെ ഒക്കെ ആയാലും പോസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു, എന്റെ വീഡിയോയിലേക്ക് ഷെയർ ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ ആയാലും അവിടെ എൻഗേജ്ഡ് ആവുക ചെയ്യുന്നത്. നമ്മൾ വലിയ വലിയ സെലിബ്രിറ്റീസിന്റെ ആയാലും വലിയ വലിയ ക്രിയേറ്റേഴ്സിന്റെ ആയാലും അവരിടുന്ന അപ്ഡേഷനൊക്കെ ആയാലും നമ്മൾ ഷെയർ ചെയ്ത് നമ്മുടെ പോസ്റ്റിലിടാം. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ആക്കി ഇടാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ചാനൽ കൂടുതൽ എൻഗേജ്ഡ് ആകാൻ ചാൻസ് ഉണ്ട്. അതുവഴി നമുക്ക് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സും കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ലോങ് വീഡിയോസ് ആയാലും എന്താണെങ്കിലും അപ്ലോഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് 2-3 മണിക്കൂർ മുമ്പ് നിങ്ങൾ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരും മസ്റ്റായിട്ട് കാണണമെന്നും പറഞ്ഞൊരു അവയർനെസ് എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നമ്മളൊരു അവയർനെസ് കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാനും നമ്മുടെ വീഡിയോ കാണാനും ചാൻസ് ഉണ്ട്. നമ്മുടെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. നിങ്ങൾ അത് ഓരോരുത്തരും ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഇപ്പോൾ ക്രിക്കറ്റ് മാച്ചൊക്കെ ആണെങ്കിൽ ആര് ജയിക്കും, ആര് തോക്കും എന്ന് പറഞ്ഞ ഓരോ ക്വസ്റ്റ്യൻസ് പോൾ
പോളിൽ ചെയ്യുന്നത് ഓരോരുത്തരും കണ്ടിട്ടില്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പോളുകൾ ക്രിയേറ്റ് ചെയ്ത് ഇടുന്നതും നന്നായിരിക്കും. കമ്മ്യൂണിറ്റി ടാബിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യമാണോ പറയുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്കല്ല ഇത് റെക്കമെൻഡേഷൻ ത്രൂ പോകുന്നത്. മറിച്ച് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇന്ന സെക്ഷൻ, അതായത് ഇന്ന കാറ്റഗറീസ് കാണുന്ന ആൾക്കാരെന്നൊന്നുമില്ല, എല്ലാവരിലേക്കും റെക്കമെൻഡേഷൻ ത്രൂ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് ആയാലും നമ്മുടെ പോസ്റ്റ് ആയാലും എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഫെസ്റ്റിവൽ ടൈമിൽ ഇതുപോലുള്ള പോസ്റ്റൊക്കെ ആയാലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയാലും ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ആയാലും ഇടുവാണെങ്കിൽ അത് നന്നായിരിക്കും. ഇപ്പം നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം പോസ്റ്റ് ചെയ്താൽ കൂടിയും ഇതെന്താ സംഭവം എന്നും പറഞ്ഞ് നമ്മുടെ ചാനൽ കയറി നോക്കാനുള്ള ചാൻസ് വരുന്നുണ്ട്. അങ്ങനെ കയറി നോക്കുമ്പോൾ നമ്മുടെ പല വീഡിയോകളും അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുവാണെങ്കിൽ നമ്മുടെ പല വീഡിയോസ് അവർ വാച്ച് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിലേക്ക് കയറി വരുന്ന ആള് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടാനായിട്ട് നമ്മുടെ ചാനലിൽ ഏത് വീഡിയോസ് ആണ് കൂടുതൽ വ്യൂസ് അല്ലെങ്കിൽ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ഏതാണ്, അത് നമ്മുടെ ചാനൽ കസ്റ്റമൈസേഷൻ്റെ അവിടെ പോയിട്ട് മോസ്റ്റ് സെലക്റ്റഡ് വീഡിയോ, അതായത് നമ്മൾ ഏത് വീഡിയോയ്ക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് അത് സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവം ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും നല്ല വീഡിയോ നമ്മുടെ ഫ്രണ്ട് പേജിൽ വരത്തക്ക രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക. സോ നിങ്ങളുടെ ചാനൽ കൂടുതൽ എൻഗേജ്ഡ് ആകാനായിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് രീതിയിലുള്ള പോസ്റ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിനനുസരിച്ച് നിങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ നോക്കുക. കാരണം ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് അധികം ടൈം വേണ്ട, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഫോട്ടോ എടുത്താൽ മാത്രം മതി. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ ഉഴപ്പരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി ഒരു 3 നേരം 3 പോസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. സോ കമ്മ്യൂണിറ്റി ടാബിനെ മസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിനെ പറ്റിയായിരുന്നു. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു അപ്ഡേറ്റ് കൂടി കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.